മാവിൻ്റെ മുളക്ക് നിറയെ ബ്രെഡും ഇറച്ചി നല്ല കോമ്പിനേഷനാ, നല്ല സ്വാദാ, അടിപൊളി. നമ്മൾ ഭക്ഷണം ആഗ്രഹമുള്ളതൊക്കെ കഴിക്കുക, അല്ല പിന്നെ അത്രേ ഉള്ളൂ. മേപ്പെട്ട് വലിച്ച് ശ്വാസം കീഴ്പ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞു കാര്യം. അതെ, അത് കഴിഞ്ഞു. നമസ്കാരം, നല്ല തരത്തിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങ പരിപാടിയാണ്. നമ്മൾ മാങ്ങാക്കാലം കഴിഞ്ഞിട്ടില്ല. ഇക്കൊല്ലം ഒരു എത്ര മാവും മാങ്ങ ഉണ്ടായിട്ടുണ്ടാവും? 6-7 മാവുമുണ്ട്. 6 പുതിയത് കാച്ചത്, കഴിഞ്ഞെല്ലാം കാച്ചുന്നത്. അങ്ങനെ എന്തായാലും 5-6 മാവും മാങ്ങ ഉണ്ട്. അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ ഇല്ല വിചാരിച്ച് അത്യാവശ്യമുണ്ട്. ചക്കയോ അതെ, ഒരു പ്ലാവുമേ ഉള്ളൂ. ഒരു പ്ലാവും 3 ഉണ്ടായി, അതൊക്കെ വീറ്റ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടോ? അല്ല, എളുപ്പം നേരം മുത്തശ്ശി പറഞ്ഞെന്നാണ് എങ്ങനെ ഇവിടെ ആദ്യം ചേർക്കുന്നത്, ഇങ്ങനെ അയച്ചെടുത്ത് എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ അവിടെ ചെത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പൊ ഞങ്ങൾ 2-3 തരത്തിൽ മാങ്ങാക്കറികളും അതും ഇതൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടയിലിടയിൽ കാണാൻ, ഞാൻ പലതരം ഉപ്പിട്ടതുകൾ ഞാൻ വീഡിയോയിൽ ഇട്ടുണ്ട്, ചാനലിലിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി പ്രസക്തിയൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കിക്കോളി, അത്രേ പറയാണ്ട്. ഞാനത് വെറുതെ ഒരു വീഡിയോ എടുത്തു മാത്രം. പുളിയാ തിന്നോക്കിയാ നല്ല പുളി തന്നെ കണ്ടോ, കുളിക്കും. നല്ല അടുത്തടുക്കള പ്രൊഡക്ഷനൊക്കെ തുടങ്ങുന്നുണ്ട് പതുക്കെ കണ്ട്. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ് എന്ന് പറയട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങൾ കഴിയുന്നവരെ നമ്മളധികം പ്രിസർവേറ്റീവ് ഒന്നും യൂസ് ചെയ്യാതെ, അധികം എന്നല്ല യൂസ് ചെയ്യാതെ തന്നെയുള്ള പരീക്ഷണങ്ങൾ ഞാൻ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള പ്രൊഡക്ഷൻസ് ഉണ്ടാക്കണം വെച്ചിട്ടാണ്. പറ്റുന്നവർക്ക് എത്തിക്കണം എന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ആദ്യ പടി എന്നൊക്കെ ഇതിനെ വേണമെങ്കിൽ പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതും കൂടി ഉണ്ട് ഉദ്ദേശം. എന്നാണെന്ന് ചോദിക്കാതെ തുടങ്ങിയെന്ന് ചോദിക്കാൻ പാടില്ല. എന്നാ തുടങ്ങണമെന്ന് അറിയില്ല, നല്ല പേടിയുണ്ട്. ഒന്നാമത് ഫുഡാണ്. അപ്പോൾ നമ്മൾ അത്രയും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അത് കൊടുക്കണം. എന്തായാലും ഒരു ഉപ്പിട്ടതായാലും അച്ചാറായാലും കൊണ്ടാട്ടനായാലും എന്ത് സാധനമായാലും, ഒരു കുഞ്ഞു ഇഞ്ചി മിഠായി ആയാണെങ്കിലും അത് അതിൻ്റേതായ വൃത്തിയിൽ ഇതിന് കൊടുക്കണം എന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ആ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ പ്രസംഗവും ഇന്ന് അടുക്കള ഞാനും ഇവരിവിടെ വാങ്ങിയിട്ട് ഞാൻ അടുക്കള ഞാനിട്ടുണ്ട്. അങ്ങനെ മാമ്പഴം കൂട്ടാൻ വെക്കാല്ലേ? കൂട്ടാൻ മാമ്പഴം പഴുത്ത മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അതെ, മാങ്ങയും കൂടിയൊക്കെ 3 ദിവസം 3 നാൾ എത്തിയാവില്ലേ? ഞാൻ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്നും ഇതൊക്കെ കഴിയും. നിങ്ങൾ ഇനി വരുമ്പോഴേക്കും കഴിയും. അത് വേറെ പരിപാടി ഉണ്ട്. അത് പരിപാടി അല്ല, അത് വേണമെങ്കിൽ മുളകിലിട്ട് പരത്തി മോരൂട്ടിയുണ്ടോ നല്ല സ്വാദാ. വെള്ളരിക്ക വരുമെന്ന് ഞങ്ങൾക്ക് ചോറ് കൂട്ടാൻ അതെ തന്നെ മോൻ മനസ്സിലായി. അച്ഛനെ കണ്ടോ? ജ്യൂസാട്ടോ, 2 ദിവസത്തെ കഴിഞ്ഞ് നമ്മൾ ജ്യൂസ് കുടിക്കല്ലേ. മാങ്ങ കഴിയോളം ഉണ്ടാവും ഈ അഹങ്കാരം. മാങ്ങ കഴിഞ്ഞു തീരുമാനമില്ല. അതിൽ ഏലക്കായി അല്ലേ? നുള്ളിടാറുണ്ട്, ചെറിയ ഏലക്കായുടെ പൊടി. അതിന് കമ്മി ഉണ്ടാവും? കമ്മിയുണ്ട്. കൂടിയാൽ ഇത്ര മതി. വന്നില്ല ഇന്നത്തെ കളക്ഷനാട്ടോ, പൊടി കൂടെ പോയല്ലേ. 30 തൊണ്ടൊക്കെയാണ്. കായും ഈ മാങ്ങയും കൂടി വെക്കാറുണ്ടോ? ആർക്കറിയാം. ഞാൻ
ആണ് ഒറ്റയ്ക്ക് വെക്കും മാങ്ങ ഒറ്റയ്ക്ക് അപ്പോൾ തൽക്കാലം ഒരു സെക്ഷൻ നുറുക്കൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ചെത്തുമാങ്ങയൊക്കെ ഉള്ളത്. ചെത്തുമാങ്ങ ഉലുവായ മാങ്ങ എന്ത് വേണമെങ്കിൽ ഇടാം. അത് കുറച്ച് ഉപ്പിട്ട് അലുമിനിയം പാത്രത്തിലാണ് ഇപ്പോൾ വെക്കണത്. ഇനി മാറ്റണം. സ്പൂൺ എടുക്കണം. സ്പൂൺ വേണ്ട. ഇത് പേപ്പർ വെക്കാം അല്ലേ? ചോറായി ഉണ്ടാവില്ലേ? വാങ്ങിക്കണം. ഇനി ഇതാ മാങ്ങ വെക്കണോ ആദ്യം ഉപ്പേരി വെക്കണോ? സാധാ മാമ്പഴ കൂട്ടാനെന്ന് വെക്കാം. അണ്ടി ഇടും. മാങ്ങ അണ്ടി ഇട്ടിട്ട് വേറെ ഒന്നുമില്ല. വെള്ളരിക്കൊന്നും ഇടില്ല. വെറുതെ നാളികേരം അരച്ചു വെക്കുക. ജീരകം ഇല്ല. മറ്റേ നമ്മള് മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോഴാണ് ജീരകം മോര് ഒക്കെ ചെയ്യാം. അല്ല ഇതില് ശർക്കര ഇടും. ഇത് വെറും മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾ ഉപ്പേരി റെഡി ആയിട്ടോ. കായും മഴയുടെ മാങ്ങയും നാളികേരപ്പൂളി ഒരു മെഴുക്ക് ഓര ഒന്നുമില്ല. അടുത്തത് മാമ്പഴ കൂട്ടാനാണ്. ഇതാ അടുപ്പത്ത് കയറ്റാണ്. സരസു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ സരസു പറഞ്ഞേ? നമ്മുടെ അവിടെ പണ്ട് ഇങ്ങനെയാട്ടോ മാമ്പഴ കൂട്ട ഉണ്ടാക്കിയിരുന്നേ. അതിൽ എതിരഭിപ്രായമുള്ളവരുണ്ടാവും. വേറെ ഒന്നുമില്ല. മാങ്ങ, മഞ്ഞപ്പൊടി, തേങ്ങ അരച്ചു കൂട്ടും, കരിവേപ്പില ഇടും, വെളിച്ചെണ്ണ ഇടും. മറവ് പോലും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക് ശർക്കരയും ഉപ്പും അതും കൂടി വേണേ. ഇപ്പം ഉപ്പിടില്ല. മാങ്ങ നല്ലോണം തിളച്ച് വെന്ത് കഴിഞ്ഞാലാണ് ഉപ്പൊക്കെ ഉള്ളൂ. ശർക്കരയൊക്കെ അപ്പം തന്നെ ഉള്ളൂ. അല്ല, മാമ്പഴ കൂട്ടാൻ ഇതിന് കുറേ തരത്തിൽ വെക്കും. മോരൊഴിച്ചിട്ട് വെക്കും. അതിന് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും. അത് വെള്ളരിക്ക ഇട്ടിട്ട് കടുക് വറുത്തിട്ട് മധുരം ഉണ്ടാവും, മുളകും ഉണ്ടാവും, എരിവും ഉണ്ടാവും. അങ്ങനെയാണ് ഇടാ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ കടുക് അരച്ച് വെക്കും. കടുക് അരച്ചിട്ട് പച്ച മാങ്ങ നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞ് അതിൽ മോരൊഴിച്ച് കടുക് നാളികേരം കൂടി അരച്ചു കൂട്ടി അങ്ങനെയും വെക്കും. അല്ല എങ്ങനെയാണ് വെക്കാന്ന് ഇതാ അതാ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ലേ അല്ലേ? ഒക്കെയുള്ള സാധനത്തിൽ എനർജി ഡ്രിങ്ക് വേണോ? ഉപ്പിട്ടോ? ഇല്ല. എന്തൊന്നും വേണം നല്ല വരും. ശർക്കര എനിക്ക് എത്രയും മധുരം വേണ്ടച്ചാ അത്ര കേട്ടോ. എന്തച്ചു മതിയോ? ഒന്നുകൂടി നല്ല മധുരമായിക്കോട്ടെ. മാങ്ങയ്ക്ക് പുളിയുണ്ട്. ഇത് നമ്മൾ 2 തരം ഉണ്ടാക്കാനാട്ടോ. ഒന്ന് ചെറുപോലെ ഉണക്കമാങ്ങ പോലെ 2 തരത്തിലുണ്ടാക്കണം. അതുകൊണ്ട് തന്നെ 3 ഉണ്ടാക്കി ഞാൻ ഇതേപോലെ. ഞാനും കിട്ടില്ല. അപ്പൊ ഇതാ നമ്മുടെ നാളികേരം ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നാളികേരം മാത്രം എടുത്തോളൂ. അപ്പൊ ഇതാ നാളികേരം കൂട്ടി ഇനി ഇത് നമ്മൾ കരുവേപ്പില നല്ലോണം പിച്ച് പറിച്ചിടുക. ഇനി നല്ല വെളിച്ചെണ്ണ, കാറാത്ത വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കുക, തിളയ്ക്കുക. തന്നെ ഉള്ളു പണിയിട്ടാ. നല്ല വെളിച്ചെണ്ണ. അപ്പൊ കയ്യിൽ ഭവ്യക്കുട്ടി കൊടുന്നു വന്ന വെളിച്ചെണ്ണയാണ്. ഭവ്യ. ഇതിപ്പോ ഏതെടുക്കണം സരസു? ഞാൻ ഇതിന് കഴമ്പെടുക്കുക. ആ കഴമ്പ് മാത്രം, തൊലി പെടരുത്. അതെ. മുക്കല് കഴിഞ്ഞു.
മാങ്ങ മുറുക്കലുകളൊക്കെ കഴിഞ്ഞവരൊക്കെ പോയി പഞ്ചെടുത്തിമീൻ. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, രാവിലെ ഇട്ട് വെച്ചതാണ്. ഇതിനി വേറൊരു പകുതി ഒരു തരത്തിലും അങ്ങനെയൊക്കെ ചെയ്യണം. ഇത് വേറൊരു ആവശ്യത്തിനാണ്. വലിയ ഉരുളിയുണ്ട്, പുതിയ ഉരുളി കേട്ടോ അത്. അപ്പോൾ 2 ഉരുളി ഞാൻ മർദ്ദിച്ചു, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം കേട്ടോ. അത് ഞങ്ങളുടെ വെളുത്തൂർ ഉണ്ടാക്കിയ ഉരുളിയാണ്. നല്ല അടിപൊളി 2 വെള്ളോട്ടിൻ്റെ ഉരുളി ഉണ്ടാക്കിച്ചു. പഴയ ഉരുളി കൊടുത്തിട്ടാണ് കേട്ടോ, പഴയ ഇവിടെ ഓട്ടയ ഉരുളി അത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ചെറുതും ഇത് വലുതും. അപ്പോൾ ഞാൻ 2 തരത്തിലാണ് ഉണ്ടാക്കണത്. നല്ല കനമുണ്ട്, അത്യാവശ്യം നല്ല കനമുണ്ട്. നല്ലെണ്ണയും ഒക്കെ മിക്സ് ചെയ്തിട്ട് പലതരം ഫിൽറ്ററുകൾ ഉണ്ടാക്കാം. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കണമെന്നൊക്കെ വീഡിയോ കാണാൻ പറഞ്ഞാൽ വിസ്തരിച്ച് പറയാനൊന്നും നിൽക്കണില്ല. നമ്മളിങ്ങനെ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടോളൂ. പലതരം വഴറ്റിയിട്ടും മാങ്ങ വഴറ്റിയിട്ടും പിന്നെ കൂട്ടുകറിലിട്ടിട്ടും ഒക്കെ ഞാൻ അതൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ. ഞാനിത് മാങ്ങ കുറച്ച്, ഇത് പലതരം മാങ്ങകളുണ്ട്. അപ്പം ഞാനിത് കുറച്ച് പഴുപ്പിക്കാൻ വെക്കാം കേട്ടോ. പണ്ടൊക്കെ അച്ഛനൊക്കെ വൈക്കോലൊക്കെ ഇട്ടിട്ടാണ് പഴുപ്പിക്കാൻ വെച്ചാണ്. വൈക്കോലം ഞാൻ വിചാരിച്ചായിരുന്നു, വൈക്കോലൊന്നും സംഘടിപ്പിക്കാൻ നമ്മളില്ല. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്യൽ പേപ്പർ വെച്ചിട്ടാണ്. പേപ്പർ വെച്ച് പഴുപ്പിക്കുമ്പോൾ പറയാനായിട്ടുണ്ട് ചില ഏതൊക്കെ വീഡിയോയിൽ വന്ന് ആരോ പറഞ്ഞതൊക്കെയാണ് പുഴു വരല്. പൊതുവെ ഇത് പുഴു വരുന്ന മാങ്ങയല്ല, നിലത്ത് വീഴാൻ്റെ പൊട്ടിച്ചതാണ്. നല്ല സ്വാദാണ് പഴുത്ത. അപ്പോൾ പഴുത്ത സമയത്ത് ആരെങ്കിലും വന്നാൽ ആർക്കാച്ച തരാട്ടോ. ഇങ്ങനെ ഇനി ഒരു ലെയറായിട്ട് ഇങ്ങനെ മീതെ വയ്ക്കും. വേറെ കൊട്ടയുണ്ട്, ആ കൊട്ട കൊണ്ട് മൂടിയും വെക്കും. അങ്ങനെയാണ് പഴുപ്പിക്കാൻ വെക്കല്. നിങ്ങൾ വലിപ്പം കണ്ട് വാങ്ങിയതല്ല കേട്ടോ, ഇവിടെ ഉണ്ടായത് തന്നെയാണ്. ഇതാ അവിടെ ഉണ്ട്, ആ മാവുമ്മയാണ്. ആ മാവിൻ്റെയാണ് ഈ മാവുകൾ. നല്ല സ്വാദാ. വെച്ചു, അതിൻ്റെ മീതെ പേപ്പർ വെച്ചു. അങ്ങനെ ഓരോ ലെയർ. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് പഠിക്കലുള്ളൊരു മാങ്ങയാണ്. ഒട്ടുമാങ്ങയുടെ ഒട്ട് തൈകളൊന്നല്ല, കുട്ടികൾ. അങ്ങനെ പക്ഷെ വലിയ മാങ്ങകളാണ്. മാങ്ങ പഴുപ്പിക്കാൻ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒന്നുകിൽ കാർബോർഡ് പെട്ടിയിൽ വെക്കാം. പിന്നെ അടഞ്ഞ് വെക്കരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് വിങ്ങിയിട്ടൊന്നും ഇപ്പോഴത്തെ ചൂടിലേ അത് ആകെ അടിഞ്ഞു പോകും. കുറച്ച് വായുസഞ്ചാരം വേണം. അത് അല്ലെങ്കിൽ കാർബോർഡ് പെട്ടിയോ പ്ലാസ്റ്റിക് പാത്രം വേണ്ട. പ്ലാസ്റ്റിക് പാത്രത്തിൽ കൊട്ടയിലൊന്നും അല്ല ബക്കറ്റിലൊന്നും പഴുപ്പിക്കാൻ വെക്കണ്ട കേട്ടോ. അങ്ങനത്തെ കൊട്ട അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ഈ TV വാങ്ങിയ പെട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി. ഇത് തോലില്ലാത്ത മാങ്ങ. തോലില്ലാത്ത മാങ്ങ പറഞ്ഞാൽ അതായത് ചെത്ത് മാങ്ങയ്ക്ക് അടുത്ത നമ്മളിങ്ങനെ ചെത്തിയിട്ടില്ലേ ഇതവിടെ. ഇതാണ് ചെത്ത് മാങ്ങയ്ക്ക് ചെത്തി ഉണ്ടാക്കിയത്. കഴമ്പാകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെത്ത് മാങ്ങയുടെ കഴമ്പാണ് ഇത്. അപ്പോൾ ഇതേ മാങ്ങാപ്പൂരം കഴിഞ്ഞു. ഇത് ആ മാങ്ങ ചെത്ത് മാങ്ങാക്കരയ്ക്ക് എടുത്ത മാങ്ങയുടെ മാങ്ങാണ്ടിയുമ്പെന്നെടുത്ത കയറിൽ മാത്രം വരട്ടിയത് പറഞ്ഞാൽ ഇതിങ്ങനെ കുറേ സ്ഥലത്തൊക്കെ വെക്കും കേട്ടോ. അതങ്ങനെ പിന്നെ ഇത് അതിലേക്ക് ഇടാനുള്ളതാണ്. ഉണക്ക് മാങ്ങമാരി ഉണ്ടാക്കാനാണ്. വെള്ളം ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഉണക്ക് മാങ്ങയ്ക്കുള്ളതാണ്. ഇത് പലതരം മാങ്ങാക്കറികളായി ഡപ്പയിൽ കയറ്റൽ കഴിഞ്ഞു. കാണണ്ട. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഓരോരോ ഡപ്പയിൽ. ഉലുവട്ടത്, ഉലുവടാതെ, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഒരെണ്ണം ഞാൻ കൊണ്ടുവച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മാങ്ങാപ്പൂരങ്ങൾ. പിന്നെ ഇതാ ഇത് ഒരു ശർക്കരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു മാങ്ങ ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം എരിയുണ്ട് ഇതിന് പിന്നെ മധുരമുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാണത്.
അപ്പോൾ മാങ്ങാപ്പൂരങ്ങൾ കഴിഞ്ഞു. ഇന്നത്തെ അതിൻ്റെ പി ആയിട്ടോ, എന്താ പറയുക, മാങ്ങാക്കാലായി അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഞാനിത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ വക അച്ചാറുകൾ ഉണ്ടാക്കലും ഉപ്പിട്ടതുകൾ ഉണ്ടാക്കലല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു പൊതുവേ ഇങ്ങനെ ഒരു പ്രാന്തുണ്ട്. ഈ മാങ്ങാക്കാലായി ആകെ ഒരു വെപ്രാളം. എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പലതരം ഉപ്പിട്ടതുകൾ ഇടുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യം ആയിരിക്കാം എന്തായാലും. ഉപ്പിട്ടത് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്, കൂട്ടി ഉണ്ടാകാനും ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേഗം ആരെങ്കിലുമൊക്കെ വന്നാൽ ആർക്കെങ്കിലുമൊക്കെ തരാം കേട്ടോ. എന്താ പറയുക, കഴിഞ്ഞിട്ട് പിന്നെ യുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് ഇവിടെ വന്നാൽ തരാം. അവിടെ എങ്ങനെയുണ്ട് കേട്ടോ വരണം, അത് മറന്നു. ഇതൊരു ഒരു ഒരു ജാതി അച്ചാർ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. സമയം എത്രയായി അറിയോ? 11:30. ഞാൻ എപ്പോൾ തുടങ്ങിയ പണിയാ? ഒരു 3 മണി 4 മണിക്ക് തുടങ്ങിയതാ. 5, 6, 7, 8, 9, 10, 11, 11:30. കുറച്ച് നേരമൊക്കെ അവിടെ ഇന്ന് വർത്താനം പറഞ്ഞ അമ്മണിയും ഇവിടെ അപ്പുറത്ത് ഏട്ടൻ്റെ മാൻ്റെ വൈഫും ഏട്ടൻ്റെ മോളും ഒക്കെ വന്നിരുന്നു. 1 മണിക്കൂർ അങ്ങനെ പോയിണ്ടാവും. എന്നാലും ഒരു 4 മണിക്കൂറിൻ്റെ പണിയാണ്. അപ്പോൾ ശരി, ടാറ്റാ കേട്ടോ.